മരണഭീതിയിൽ നിന്നും വിടുതൽ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. മനുഷ്യൻ്റെ എക്കാലത്തെയും വലിയ ഭയമായിരുന്നു മരണഭയം. മനുഷ്യനെത്ര സമ്പത്തും ശക്തിയും ജ്ഞാനവും നേടിയാലും മരണം എന്ന യാഥാർത്ഥ്യത്തിനു മുൻപിൽ അവൻ ബലഹീനനായിത്തീരുന്നു. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ പറയുന്നത് ഒരു സന്തോഷ വാർത്തയാണ്. യേശു മരണഭയത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകയാൽ യേശുവും അതുപോലെ മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി ജീവിച്ചു, നമ്മുടെ വേദനയും കഷ്ടതകളും അനുഭവിച്ചു. യേശു മനുഷ്യനായതിൻ്റെ ഉദ്ദേശം 3 വിധമായിരുന്നു. 1, മാനവർക്കായി മരിക്കുക. 2, മരണത്താൽ സാത്താനെ തോൽപ്പിക്കുക. 3, തൻ്റെ ജനത്തെ സ്വതന്ത്രരാക്കുക. പിശാചാണ് മരണത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മണ്ഡലത്തെ അവൻ ഭരിക്കുകയും മനുഷ്യരെ മരണത്തിൻ്റെ അടിമകളാക്കുകയും ചെയ്തു. മരണത്തെ ഭയപ്പെട്ടിരുന്ന മനുഷ്യരെ വിടുവിപ്പാൻ യേശു മനുഷ്യനായി മരിച്ചു. മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും യേശു വിടുവിച്ചു. യേശുവിൻ്റെ ഉയർപ്പ് മരണത്തിൻ്റെ ശക്തിയെ തകർത്തു. അതുവരെയും മനുഷ്യൻ മരണത്തെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണം അവസാനമല്ല, നിത്യജീവനിലേക്കുള്ള വാതിലാണ് എന്ന പ്രത്യാശ യേശു നൽകി. പ്രിയമുള്ളവരെ, യേശു നമുക്കായി മരിച്ചതിനാൽ മരണഭയത്തിലല്ല, പ്രത്യാശയോടെ ജീവിപ്പാൻ നമുക്ക് കഴിയണം.